പട്ടിക്കാട് വീണ്ടും സമ്മേളനം നടന്നു. എന്താ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം എന്നൊന്നും സമ്മേളനത്തിൻ്റെ മുഴുവൻ വീഡിയോ കണ്ടിട്ടും മനസ്സിലായിട്ടില്ല. അവിടെ പറഞ്ഞത് ഒരു പൈതൃക സമ്മേളനമാണെന്ന്. എന്താണ് പൈതൃക സമ്മേളനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊന്നും കൃത്യമല്ല. ആകെ ആദ്യം മുതൽ അവസാനം വരെ നിരീക്ഷിച്ചു, കണ്ടു, മനസ്സിലാക്കി. അതിന് ശേഷം ഹൈലൈറ്റ് ക്ലിപ്പുകളൊക്കെ വീണ്ടും വീണ്ടും കണ്ടു. ഒന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഇതന്നെ. എന്താണ് ഇപ്പോൾ ഈ പൈതൃക സമ്മേളനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ കുറച്ചിപ്പുറത്ത് മുമ്പ് ഒരു ആദർശ സമ്മേളനം നടന്നിരുന്നു. ആദർശ സമ്മേളനം കണ്ടു, ആകെ പ്രശ്നത്തിലാണ്. ഏതായിരുന്നാലും അതിൽ ആദർശ സമ്മേളനം, അതിൽ പൈതൃക സമ്മേളനം എന്തിനാണ് നിങ്ങൾ ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഒരു മറുപടിയില്ല. ഇടപെടണമൊന്നുമില്ല. എന്നാലും മുന്നിൽ കൂടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടും ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. അതായത് ഈ മൊബൈലൊക്കെ തുറക്കുമ്പോൾ അന്ന് ഇതാണ് ലൈവ് കാണുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ ഭാഷ പറഞ്ഞാൽ തലങ്ങും വിലങ്ങും ഇങ്ങനെ കാണുമ്പോൾ എന്തൊക്കെയാ പ്രശ്നങ്ങൾ. അതും വലിയ വലിയ ഉസ്താദുമാരും വലിയ വലിയ നേതാക്കന്മാരും ഇങ്ങനെ വേദി കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അതൊന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന നിങ്ങളുടെ സംഘടനയുടെ കാര്യങ്ങൾ എന്തിനാ ബാക്കിയുള്ളവർ ആലോചിക്കുന്നതെന്ന് പറഞ്ഞ സത്യത്തിൽ എനിക്കൊരു മറുപടിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രമുഖനായ പ്രഭാഷകൻ അബ്ദുസമദ് പൂക്കോട്ടൂർ സാർ ആദ്യം പറഞ്ഞു പ്രസംഗിക്കുമ്പോൾ, അദ്ദേഹത്തോട് ഒരാൾ സലീം എന്ന് പറഞ്ഞ ഒരാൾ ഫോൺ വിളിച്ചത്രേ, സാർ നമ്മളുടെ പ്രോഗ്രാമിന് മഴ ഉണ്ടല്ലോ, എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. മഴയുണ്ട്, ആളുകൾ പോകും, അപ്പോൾ അതിൻ്റെ മുമ്പ് വന്നാലേ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ എന്ന് ഈ അബ്ദുസമദ് പൂക്കോട്ടൂർ സാറിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞ്, അദ്ദേഹം പ്രസംഗത്തിൽ തുടക്കത്തിൽ പറയണ്ട, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത് മുമ്പിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അവരൊക്കെ ഇത് ഓൾറെഡി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ്. ഇത് ഒളിഞ്ഞിരുന്ന് കേൾക്കണവർക്ക് വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞത് വളരെ മോശമായി. ആരായി ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നത്? ശരിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിത് ലൈവ് ഇടുന്നത്. നല്ല ക്ലാരിറ്റിയിൽ, വളരെ നല്ല ക്ലാരിറ്റിയിൽ, വളരെ നല്ല സൗണ്ടിൽ ആ വീഡിയോ ഇട്ടപ്പോൾ ഏകദേശം 3-4 മണിക്കൂർ വീഡിയോ ഇട്ടത് ഒളിഞ്ഞ് കേൾക്കാനാണ് പറഞ്ഞത്. വളരെ മോശമായി, സങ്കടമുണ്ട്. ഏതായിരുന്നാലും കുറച്ച് ടീം ഇത് പുറത്ത് കേൾക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടപ്പോൾ. അത് ഞങ്ങളെ ഉദ്ദേശിച്ചല്ല കേട്ടോ പറയണേ. ഞങ്ങൾ ഉദ്ദേശിച്ചാൽ ഇതുപോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് അതിന് വീഡിയോ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അരി വാങ്ങി ജീവിക്കുന്ന യൂട്യൂബേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്. അവർ പറയുന്നത് അവരുമായിട്ട് എന്തോ പടലപ്പിണക്കങ്ങളുള്ള കുറച്ച് ടീമിനോടാണ്. അതാണ് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പരിപാടി വെച്ചത്. ആ വെച്ചത് വിജയിച്ചു, നല്ല ആളുകൾ വന്നിട്ടോ. അതിനൊക്കെ നമ്മൾ സമ്മതിക്കണം. കാരണം വിത്തിൻ ഡേയ്സ് വലിയൊരു ക്രൗഡിനെ ഗ്യാദർ ചെയ്യിപ്പിക്കാൻ അവർക്ക് പറ്റി. എന്തൊക്കെ സംഭവം, ആരാണ് പരിപാടിയിൽ വിജയിച്ചെന്നൊക്കെ അറിയാൻ തോന്നുന്നു. ഏതായാലും ആവട്ടെ, പട്ടിക്കാട് ജാമ്യനൂരിൽ സമ്മേളനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നല്ല കാര്യങ്ങൾ കുറേ പ്രതീക്ഷിക്കും. അതൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ ഉണ്ടായത് അതിപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത് അവരായി, അവരുടെ പാടായി, അത്രേ ഉള്ളൂ. ഞാനിതിൻ്റെ മുമ്പ് പെരിന്തൽമണ്ണ സമ്മേളനത്തിന് വീഡിയോ ഇട്ടപ്പോൾ പലരും കമൻറ്റ് പറഞ്ഞിരുന്നു, അത് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കും, ഞങ്ങൾ വരുന്നില്ല, നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. പക്ഷെ നിങ്ങൾ നോക്കിയിട്ട് അത് എവിടെയെങ്കിലും വെച്ചിട്ട് ചർച്ച ചെയ്താൽ പോരെ. അത് നാട്ടുകാരെ മുമ്പ് കൊടുത്തിട്ടുണ്ടാക്കണോ? എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് മുണ്ടാൻ പറ്റില്ല. ആയിക്കോട്ടെ, മുണ്ടണില്ല. പക്ഷേ ഇപ്പം മുണ്ടാൻ വന്ന എന്തിനാണെന്നറിയാമോ? അതായത് ഈ കുറേ പ്രശ്നങ്ങൾ പരിപാടി നടന്നിട്ടുണ്ടാകും, പോട്ടെ, അതൊന്നും ചർച്ചയ്ക്കില്ല, അതൊക്കെ അവരായി, പ്രശ്നമില്ല. ഈ പറയപ്പെട്ട നേരത്തെ ഞാൻ പറഞ്ഞപ്പെട്ട സാഹിബ് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചിട്ട് പ്രിയപ്പെട്ട പൂക്കോട്ടൂർ സാഹിബ് നല്ല കഴിവുള്ള വ്യക്തി കേട്ടോ. എനിക്ക് അങ്ങനെയാണ് അഭിപ്രായം. നല്ല ആള് നല്ലത് തന്നെ പറയണ്ടേ. ഈ പറയപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടിൻ്റെയൊക്കെ പ്രഭാഷണം നമ്മൾ നല്ല ഇഷ്ടപ്പെടുന്ന ആളാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഞാനൊക്കെ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ കുറ്റം പറയും, എന്നാലും അദ്ദേഹത്തിൻ്റെ ആ അവതരണം സെറ്റ്. അദ്ദേഹം ഹജ്ജ് ക്ലാസ് എടുക്കും കേട്ടോ. ഹജ്ജ് ക്ലാസ്സൊക്കെ സൂപ്പറാണ്. ശരി, അതുമായിട്ട് നടന്നാൽ പോരെ. പക്ഷേ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഹജ്ജ് ക്ലാസ്സൊക്കെ കൊല്ലത്തിൽ ഒരിക്കലുണ്ടാവുള്ളൂ. പിന്നെ ചിലരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു വിവാദം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, എപ്പോഴും ഇങ്ങനെ ഇത് ലൈവായിട്ട് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരെ പരിപാടിക്കൊന്നും വിളിക്കൂല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രഭാഷകന്മാരെ എന്ത് ചെയ്യണം, ഈ മജ്ലിസ് നൂറിനൊക്കെ വിളിക്കണം. പക്ഷേ ജനങ്ങളുടെ മനസ്സിലെന്താ, ഇയാളെ എപ്പോഴും ഇങ്ങനെ ഈ മറുഭാഗത്ത് കുറ്റം പറഞ്ഞ് ശീലിച്ചവരല്ലേ, അങ്ങനെ അങ്ങനത്തേനൊന്നും വിളിക്കൂല. അതുകൊണ്ടാവാം എവിടെ വന്നാലും പറയണം. പക്ഷെ ഇവിടെ പൈതൃക സമ്മേളനത്തിന് ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങളൊരു വിഭാഗത്തെ എന്തെങ്കിലും പറയാൻ വിചാരിച്ചാൽ അവരെ പറഞ്ഞു പോയാൽ പോരെ. അപ്പോൾ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോണ്ട് ഒന്നും ഉണ്ടാതെ ഇങ്ങനെ പ്രസംഗം കേൾക്കണം. ഓക്കെ, അടുത്ത ഭാഗം ഓക്കെ, അങ്ങനെ പറഞ്ഞിരിക്കുമ്പോണ്ട് അവിടെയും വന്നിട്ട് 89 പോയി, മൂഡ് പോയി.
എന്താ കാര്യം? എന്തിനാ അവിടെ 89 പറയണത്? 89 വേറൊരു കാര്യമുണ്ട് സാമദ് സാഹിബേ, 89 പിടുത്തം വിട്ടു. നിങ്ങൾ അന്ന് പറഞ്ഞ അതേ മാറ്റർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ടീം പിടുത്തം വിട്ടു. വലിയ വലിയ പരിപാടി യൂണിവേഴ്സിറ്റി ഒക്കെ പ്രഖ്യാപിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. നിങ്ങളിപ്പോഴും 89 ഇറങ്ങിപ്പോയ ആൾക്കാർ, അപ്പം അടുത്തോളം 89 പറഞ്ഞയച്ച ആളുകൾ, അത് നിർത്തണം. അത് നിർത്തുക എന്ന് പറഞ്ഞാൽ അതേ നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 89 ആൾക്കാർക്ക് നിങ്ങൾക്ക് മറുപടി അറിയാൻ പേടി ഉണ്ടായിട്ടൊന്നുമല്ല. അവർക്കായിരുന്നു ടൈമില്ല, അവരൊക്കെ സ്റ്റേഷൻ വിട്ടു. നിങ്ങളിപ്പോഴും ആ സെറ്റപ്പിലാണ്. 89 ഇറങ്ങിപ്പോയത്. ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ 89 പറഞ്ഞ അതേ വിഷയം തന്നെ എപ്പോഴും പറയണമെന്ന്. അതായത് 89 89 ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡിങ് ആരെ ടീം വന്ന്. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 89 പറഞ്ഞ അതേ സംഭവം എപ്പോഴും പറയുന്നു. എന്താണ് 89 ഒരു ടീം പറഞ്ഞാൽ എന്താ അത്ര അറിയോ? ഈ സമസ്തയെ ലീഗിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയെന്ന്. ഈ 25 അത് പറയുന്നുണ്ടെങ്കിൽ, അത് വേറെ ടീമും നിങ്ങളുടെ കൂടുതൽ ആൾ പറയുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും കേട്ടോ. സത്യമാണ് അല്ലേ? കാരണം മീൻസ് ശരിയാവാം. 89 മുതൽ ഒരു ടീം പറഞ്ഞുകൊണ്ടിരിക്കുക, അവർ വേറെ പാടായി അവരുടെ ലോകത്തെത്തി. ഇപ്പോൾ വീണ്ടും കളയുന്നൊരു ടീം ഇത് പിന്നെ ലീഗിൻ്റെ ആലയിൽ കെട്ടുന്നു പറഞ്ഞാൽ ഒരു പക്ഷേ ശരിയായിരിക്കാം. അതൊന്ന് ചെക്ക് ചെയ്യണമെന്നല്ല കേട്ടോ. എന്നിട്ട് അത് പറഞ്ഞിട്ട് അപ്പോൾ 89 പറഞ്ഞ അതേ കാര്യമാണ് ഇപ്പം പറഞ്ഞത്. അതേ സംഭവം ചരിത്ര ആവർത്തനം ആണെങ്കിലോ? ആണ് അതുതന്നെയാണ്. അല്ല ഇപ്പം എന്തിനാ സമ്മേളനമൊക്കെ വെച്ചത്? പക്ഷേ സോറി, നേരത്തെ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ കാര്യമില്ല, അതിൽ നമ്മൾ ഇടപെടുന്നില്ല. എന്നാലും സമ്മേളനം മൊത്തം കണ്ടപ്പോൾ ചിലത് ഇടപെടണമെന്നൊക്കെ തോന്നി ഒരു രസത്തിന്. എന്നാലും അതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ അറിയോ? ചന്ദ്രിക ദിനപത്രത്തിന് ഒരു അവാർഡ് കൊടുത്തു. ചിരിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞൊരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ചന്ദ്രിക പത്രത്തിന് അത് അവാർഡ് കൊടുക്കാൻ പറ്റില്ലേ? പറ്റും, അവാർഡ് കൊടുക്കണം. പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ? സമസ്തയുടെ സമ്മേളനമാണ്. സമസ്തയുടെ സമ്മേളനത്തിന് ചന്ദ്രികക്ക് അവാർഡ് കൊടുക്കാൻ പറ്റില്ലേ? ചന്ദ്രിക കൊടുക്കാം, മാതൃഭൂമി കൊടുക്കാം, മനോരമ കൊടുക്കാം, ദേശാഭിമാനി കൊടുക്കാം, പഠിക്കും സിറാജിന്, സുപ്രഭാത്. ശരിക്കും ആർക്കാ കൊടുക്കണ്ടേ? അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ കുഴപ്പമില്ല, ചന്ദ്രയ്ക്ക് അവാർഡ് കൊടുത്തു. പക്ഷെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, അത് മോശമായിപ്പോയി. സോറി, നിങ്ങളിൽ ഇടപെടുന്നില്ല. അതെന്താ സംഭവം എന്നറിയോ? അത് മോശമായി തരാൻ കാരണേ, ഇത് മറ്റേ മദ്രസിലൊക്കെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പാട്ട് പാടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരിപാടി അവതരിപ്പിച്ച റിഷാൽ 6ാം ക്ലാസ്, അവൻക്കൊരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നു, അവൻ്റെ മൂത്താപ്പായുടെ മകൻ എന്ന് പറയണത് പോലെയാണ്. ഈ പരിപാടിയുടെ ഫോട്ടോയും പരസ്യവും കൂടുതൽ കൊടുത്ത ചന്ദ്രിക ദിനപത്രത്തിനൊരു അവാർഡ്. അപ്പം എനിക്ക് തോന്നി ഇത് വേറെ ഏതോ പത്രത്തിലിട്ടൊരു കൊട്ടാണത്. കാരണം അയ്യോ, പിന്നെ അടുത്ത അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത പൈതൃക സമ്മേളനത്തിന് നല്ല കൊടുക്കണ്ട. ഈ വീഡിയോ കേട്ടിരിക്കുന്നവർക്ക് ദേഷ്യം പിടിക്കണ്ട കേട്ടോ, എന്നെ കൊല്ലരുത്. കാരണം എന്താ പറയുക, അല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക. ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു റിവ്യൂ ഒക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ റിവ്യൂ കൊടുക്കാനില്ല. ഇതൊക്കെ വളരെ പ്രശ്നമാണ്. എൻ്റെ ഇതിൽ പെട്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ആളുകളൊക്കെ പറയും ആ വീഡിയോ കണ്ടിരുന്നു എന്ന്. ഇന്നലെ ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഈ പറയപ്പെട്ട ഇതിൻ്റെ ഒരു നേതാക്കന്മാർ 3-4 ആൾക്കാർ അവർ വളരെ സ്നേഹത്തോടെ പറഞ്ഞു വീഡിയോ കാണാറുണ്ട്. കാരണം അവരും കാണുമല്ലോ, എല്ലാവരും കാണുമല്ലോ. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് ഞാൻ ചെയ്യട്ടെ, ഞങ്ങൾക്ക് അരി വാങ്ങങ്ങൾ വേറെ മാർഗം പറഞ്ഞു തരണം. ഇതും നിങ്ങൾ ചാൻസ് ഉണ്ടാക്കരുത്. അതായത് മനസ്സിലായില്ലേ? പിന്നെ കാലഘട്ടം 2025ആണ്. 2025 നിങ്ങൾ ഈ പറഞ്ഞ പരിപാടികളൊക്കെ കേൾക്കാനൊന്നും ആളുകൾക്ക് താല്പര്യമില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ളവരെ ഒഴിവാക്കി വിടും. 89 സമസ്തയും ആ വിഭാഗവും അവരൊക്കെ പിടുത്തം വിട്ടിട്ടുണ്ട്. നിങ്ങളും പറ്റുകയാണെങ്കിൽ നല്ലപോലെ പിടുത്തം വിടാൻ നോക്കി. ഇപ്പോഴും ഇത് പറഞ്ഞിട്ട് എക്കാലത്തും ഏതെങ്കിലും ഒരു ടീമിനെ മുമ്പിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ മാത്രമേ ഞങ്ങളെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മാറ്റി നിർത്തി പടിയടച്ച് പിണ്ടം വെച്ചാൽ മതി. അത് പൊളിക്കും. മനസ്സിലായില്ലേ? പടിയടച്ച് പിണ്ടം വെക്കണം. അതാണ്. താങ്ക് യു.